Hi dear friends, welcome back to my channel. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. പരിപ്പ് പായസം എന്ന് പറയുമ്പോൾ നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പരിപ്പ് പായസം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 250 ml കപ്പിൽ 1 കപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണും കൂടിയാണ് 1/4 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ 240 ml കപ്പാകുമ്പോൾ അത് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെയിം റെസിപ്പി നിങ്ങൾക്ക് കടലപ്പരിപ്പിലും ചെയ്യാം. ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് അങ്ങ് ചൂടായി കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇടും. എന്നിട്ടൊരു ചുമന്ന് വരുന്നത് വരെ വറുത്തെടുക്കും. അപ്പോൾ പരിപ്പ് വറുത്ത് കറക്റ്റ് ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ചുവപ്പ് കളർ കയറി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഈ സമയത്ത് വായിലിട്ട് നോക്കുക. അപ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു സൗണ്ടോട് കൂടി അത് പൊട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇത് 2-3 മിനിറ്റ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ വെള്ളം ചേർത്ത് തന്നെ വേവിക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് തന്നെയാണ് വേവിക്കുന്നത്. അതും 3-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 3-ാം പാൽ ഞാൻ അധികം എടുത്തിട്ടില്ല. ഈ ഒരു പരിപ്പ് വേവാൻ വേണ്ടിയിട്ടുള്ള പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3.5 കപ്പ് ഉണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് കുക്കറിലല്ല വേവിക്കുന്നതെങ്കിൽ എൻ്റെ ഇരട്ടി വെള്ളം വേണ്ടി വരും. 3.5 കപ്പ് എന്നുള്ളത് ഒരു 7 കപ്പ് വെള്ളമെങ്കിലും വേണ്ടി വരും. ഇതിന് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ മതിയാവും ഇത് വേവാനായിട്ട്. അഥവാ വെന്തില്ലെങ്കിൽ പിന്നീട് കുക്കർ അടച്ച് വേവിക്കരുത്, വെന്ത് കുഴഞ്ഞു പോകും. അഥവാ പരിപ്പിൽ വെള്ളം കുറവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ 3-ാം പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കർ തുറന്ന് വെച്ച് വേവിക്കുക. കുഴഞ്ഞു പോയാൽ നമുക്ക് പായസത്തിൽ പരിപ്പ് കടിക്കാൻ കിട്ടില്ല. ഇനി ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ 1/4 കിലോ പരിപ്പിലേക്ക് ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇതൊരു പാകത്തിന് മധുരം ഉണ്ടാവുള്ളൂ. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ശർക്കരയ്ക്ക് വെള്ളം കൂട്ടി വേണമെങ്കിൽ ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വറ്റിക്കുന്ന സമയത്ത് കുറച്ച് ടൈം വേണ്ടി വരും വറ്റാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ചൂടാറി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയാവും. അപ്പം പിന്നെ ചിലപ്പോൾ അരിപ്പയെ കൂടെ അരിച്ചാൽ പോരില്ല. പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 3.5 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ കറക്റ്റാണ്. ഒരല്പം വെള്ളം മാത്രമാണ് താഴെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ 4 കപ്പ് ചേർത്തോളൂ. ഇനി നമുക്ക് പായസം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് നെയ്യിലേക്ക് ചേർത്തിട്ട് വരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വറുത്ത പരിപ്പായതുകൊണ്ട്. ഞാനിവിടെ നെയ്യും പരിപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ശർക്കരയുടെ വെള്ളം കൂടുതലാണെങ്കിൽ അത് വറ്റിക്കണം. വറ്റിച്ചിട്ട് വേണം നമുക്ക് 2-ാം പാൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിലധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റിക്കുന്നില്ല. അതുപോലെ ശർക്കര ചേർക്കുന്നതിന് മുമ്പ് പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പരിപ്പ് വേവില്ല. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-ാം പാൽ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 6 കപ്പ് തേങ്ങയെന്നുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇടത്തരം 2 തേങ്ങ ചിരണ്ടിയപ്പോഴാണ് 6 കപ്പ് കിട്ടിയത്. അപ്പോൾ അതാ ഇവിടെ ഈ 2-ാം പാലൂടെ നന്നായിട്ട് തിളച്ച് വറ്റണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കില്ല. നിങ്ങൾ ഉരുളിയിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ 2-ാം പാലും വറ്റി ഇതുപോലെ പൊട്ടി വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയും മതിയാവും, ഇതിൽ കൂടുതൽ വറ്റരുത്. അല്ലെങ്കിൽ പിന്നെ ഇത് ചൂടാറിക്കുമ്പോൾ ഭയങ്കര അങ്ങ് തിക്കായി പോവും പരിപ്പ് പായസം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇനി ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പായസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിക്കാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മൂന്നാം പാലും കിട്ടാനുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മൂന്നാം പാലും എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ആ പാല് വേസ്റ്റ് ആവും. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്. അത് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം ഞാനിത് ഫ്ലെയിം കുറച്ചിട്ടേക്കായിരുന്നു. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും. പായസം നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം ഒന്നങ്ങ് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു കൈപ്പിടി കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിസ്മിസ് ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പായസത്തിലേക്ക് നെയ്യോട് കൂടി ചേർത്ത് കൊടുക്കണം. പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.